ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഗീവയുടെ മൂന്നാമത്തെ ആൾക്കുള്ള സമ്മാനം മേടിക്കാൻ പോയാലോ? അതിനു വേണ്ടി ഞാനും രേണുവും കൂടെ ആട്ടോ പോയത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ, ഓണത്തിന് വേണ്ടിയായിട്ടുള്ളത്. അപ്പം അതുകൂടാതെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഗീവയുടെ വിന്നറിന് മൂന്നാമത്തെ ആൾക്കുള്ള സമ്മാനം അതും കൂടെ പർച്ചേസ് ചെയ്യാൻ പോയത്. ദേ ഈ ഇരിക്കുന്ന സാധനത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബൂബുവാണ്. ബൂബു എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതിനെപ്പറ്റി. ഞങ്ങളിത് മേടിക്കണോ വേണ്ടോ എന്ന് ആദ്യം ഇങ്ങനെ കൺഫ്യൂഷൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എടുക്കും പേടി, ഇത് മേടിക്കണോ വേണ്ട, നമുക്കിത് വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ അവിടെ വിട്ടിട്ട് പോയി കേട്ടോ. റോഡിലാണ് എവിടെ നോക്കിയാലും ഫുള്ളും നമ്മുടെ ഓണത്തിന് സെലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരുകളാട്ടോ. കോളേജ്, സ്കൂള് അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ അടിച്ചു കേട്ടോ. ഞങ്ങളുടെ കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞു വെച്ചാൽ. ഞങ്ങളുടെ കോളേജ് ലൈഫ് എന്ന് വെച്ചാൽ ഓണത്തിനൊക്കെ ഒരു മാസം മുന്നേ ക്ലാസ്സിൽ ഓണത്തിന് എന്തായിരിക്കണം, എന്നതാണ്, എന്ത് ഡ്രസ്സ് ഇടണം, ഏത് കളർ കോഡായിരിക്കണം, ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, എന്താ സെറ്റും മുണ്ടും വേണോ, സാരി വേണോ, അത് പാവാടയും ബ്ലൗസ് വേണോ, അങ്ങനെ കുറേ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ആലോചിച്ച് കൂട്ടി എല്ലാം പ്ലാൻ ചെയ്യും. പക്ഷേ ഞങ്ങളുടെ കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഒന്നും വർക്കൗട്ട് ആകത്തില്ല കേട്ടോ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അതൊക്കെ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ കോളേജ് ലൈഫൊക്കെ. അത് കഴിഞ്ഞ് നേരെ ഞാൻ രേണുവിൻ്റെ വീട്ടിലോട്ടാട്ടോ പോകാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരാളെ കാണാനായിട്ട് വേണ്ടിയാട്ടോ. ഞാൻ പറഞ്ഞ താരം ദാ വരുന്നത്, ആ വ്യക്തിയെ കാണാനാട്ടോ ഞാൻ പ്രത്യേകിച്ച് അവിടെ ചെന്നത് തന്നെ. എനിക്ക് തോന്നി ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് രേണു കുഞ്ഞിനെ മേടിക്കുന്നത്. അതിൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്തേക്കാവേ. ഇപ്പോൾ കുഞ്ഞൻ വലിയതായിട്ടോ, കുറേ നാളായി. എനിക്ക് തോന്നുന്നു ഞാൻ 1 വർഷം മുൻപാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴാട്ടോ രേണുവിൻ്റെ വീട്ടിൽ തന്നെ പോകുന്നത് തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുഞ്ഞിനെ ആണെങ്കിൽ അകത്തിട്ട് പൂട്ടി, കാരണം വെച്ചാൽ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവനാണെങ്കിൽ കൂടെ വരും. അവന് ഭയങ്കര ഇഷ്ടമായി യാത്ര ചെയ്യാനൊക്കെ. രേണു എന്നെ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ രേണുവിനോട് ടാറ്റ പറഞ്ഞ്